നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ വിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ ഇസ്കോൺ സ്ഥാപകാചാര്യ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 11ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 11ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിശ്വരൂപം, ഭഗവാൻ തന്റെ വിശ്വരൂപം അർജുനന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഈ അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ അവന്റെ വിഭൂതികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ വിഭൂതികൾ കാണണം, നേരിട്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഇവിടെ 3ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഏവമേതത് യഥാതത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തം. അങ്ങയുടെ ഐശ്വര്യത്തിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭവാപ്യയോ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോമയ ത്വത്ത കമലപത്രാക്ഷ മാഹാത്മ്യം അഭിചാവ്യ. ഭഗവാന്റെ അവ്യമായിട്ടുള്ള വർണ്ണിച്ചു തീർക്കാൻ സാധിക്കാത്ത ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച്, ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അർജുനൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഐശ്വര്യങ്ങൾ ഇനി നേരിട്ട് കാണാൻ സാധിക്കുമോ എന്നാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. ഏവമേതത് യഥാതത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. ഭഗവാന്റെ ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള എല്ലാ വിഭൂതികളെയും ഉൾക്കൊള്ളുന്ന ആ രൂപം ദ്രഷ്ടുമിച്ഛാമി, എനിക്ക് കാണാൻ കൂടി ആഗ്രഹമുണ്ട്. കേട്ടു കഴിഞ്ഞു, ചെവിക്കുള്ള ശ്രദ്ധ കിട്ടി, ഇനി കണ്ണിനുള്ള ശ്രദ്ധ കിട്ടുമോ ആണ് അർജുനൻ ചോദിക്കുന്നത്. കാണാൻ സാധിക്കും. ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമം എന്ന് ചോദിക്കും 3ാമത്തെ ശ്ലോകത്തിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാണ് യഥാർത്ഥത്തിൽ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കാണണമെന്ന് ആവശ്യപ്പെട്ടത്. അർജുനന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? അർജുനന് യഥാർത്ഥത്തിൽ വിശ്വരൂപത്തിൽ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീല പ്രഭുപാദര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തിനാണ് യഥാർത്ഥത്തിൽ അർജുനൻ വിശ്വരൂപം? എല്ലാ ലോകർക്കും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് കൂടി വിശ്വാസം വരാൻ വേണ്ടിയിട്ട്. അർജുനന് വിശ്വാസത്തിന്റെ യാതൊരു പ്രശ്നവുമില്ല. കാരണം അർജുനൻ ഭഗവാന്റെ പാർഷദനാണ്. എല്ലാ ജന്മങ്ങളിലും ഭഗവാന്റെ കൂടെ അവതരിക്കുന്ന, ഭഗവാന്റെ കൂടെ തന്നെയുള്ള ഭഗവാന്റെ സ്വന്തം പാർഷദനാണ് അർജുനൻ എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് 4ാമത്തെ അധ്യായത്തിൽ അല്ലെ. ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവച്ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തമ. ഒരുപാട് ജന്മങ്ങളിൽ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതൊന്നും നിനക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്കതെല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. അർജുനന് യാതൊരു സംശയവുമില്ല, ഭഗവാൻ പരമപുരുഷനാണ്. അഹം സർവസ്യ പ്രഭുവോ എന്ന് ഭഗവാൻ പറഞ്ഞത് അതേപടി അർജുനൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ അധ്യായത്തിൽ അർജുനൻ അതെല്ലാം അംഗീകരിച്ച് പരംബ്രഹ്മ പരംധാമ പവിത്രം ഭഗവാൻ പുരുഷം ശാശ്വത ദിവ്യം
ആദിദേവം മജം വിഭും, അങ്ങ് തന്നെയാണ് പരമപുരുഷൻ എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അർജുനന്റെ ഭാഗത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് ഭഗവാനെ കുറിച്ച് സംശയം ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരാൾ ഞാൻ അവതാരമാണ് എന്ന് പറയുന്നത് പോലെയല്ല ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് സ്വയം തന്റെ ഐശ്വര്യത്തെ കുറിച്ച് വിവരിച്ചത്. അങ്ങനെ ഭഗവാനെ അവഗണിച്ചുകൂടാ. ഭാവിയിൽ ഇനി വരാൻ പോകുന്ന ഭഗവാനിൽ താല്പര്യമുള്ളവർ ഭഗവാനെ അവഗണിക്കരുത്. മറ്റുള്ളവർക്കും ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ, അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഭക്തന്റെ ആഗ്രഹത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അർജുനൻ ചോദിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് ശില പ്രഭാകർ പറയുന്നുണ്ട്. കലിയുഗത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഞാൻ അവതാരമാണ് എന്ന് പറഞ്ഞ് വരും. അതുകൊണ്ട് അവർക്ക് സാധാരണ ജനങ്ങൾക്ക് യഥാർത്ഥ ഈശ്വരനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡമായിട്ട് ഈ വിശ്വരൂപം ഉപയോഗപ്പെടുത്താമെന്ന് അർജുനൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുകൂടി വേണ്ടിയാണ് അർജുനൻ ആ വിശ്വരൂപം കാണണമെന്ന് ചോദിച്ചത്. ആരെങ്കിലും ഒരു വ്യക്തി ഞാൻ ഈശ്വരന്റെ അവതാരമാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് അവരോട് പറയാൻ സാധിക്കും, നിങ്ങൾ ഈശ്വരനാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് പറയുക മാത്രമല്ല അദ്ദേഹം വിശ്വരൂപം കാണിക്കുകയും ചെയ്തു. അതേപോലെ നിങ്ങൾ ഈശ്വരനാണെങ്കിൽ നിങ്ങൾ വിശ്വരൂപം കാണിച്ചു തരണം എന്ന് അവരോട് ചോദിക്കാനുള്ള ഒരു മാനദണ്ഡം ഉണ്ടാകണം. അതിനുവേണ്ടി കൂടിയാണ് അർജുനൻ ഭഗവാനോട് വിശ്വരൂപം ആവശ്യപ്പെട്ടത്, കാണണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നാലാമത്തെ ശ്ലോകം വായിക്കാം. മന്യസേ യതി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോമേത്വം ദർശയാത്മാനം അവ്യയം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചു. വായിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത വിശ്വരൂപ ശ്ലോകം 4. മന്യസേതി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേത്വം ദർശയാത്മാനമവ്യയം. വിവർത്തനം. പ്രഭോ, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, അല്ലയോ സർവയോഗേശ്വര, ദയവായി ആ നിസീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണമേ. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാനെ ഭൗതിക കേന്ദ്രങ്ങളാൽ കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ആർക്കും സാധിക്കുകയില്ലെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം മുതൽക്കേ പ്രേമപൂർണമായ അതീന്ദ്രിയ സേവനം നിർവഹിച്ചു പോരുന്ന ഭക്തന് മാത്രം ഭഗവത് ദർശനം സിദ്ധിക്കും. ഓരോ ജീവനും ആത്മീയ സ്ഫുലിംഗമത്രേ. അതിനാൽ കൃഷ്ണനെ കാണാനോ അറിയാനോ അതിന് കഴിവില്ല. ഭക്തനായ അർജുനൻ തന്റെ ചിന്താശക്തിയെയല്ല ആശ്രയിക്കുന്നത്, തനിക്ക് ജീവാത്മാവെന്ന നിലയിലുള്ള പരിമിതികളെയും കൃഷ്ണന്റെ വിലമതിക്കാനാവാത്ത മഹത്വത്തെയും അദ്ദേഹം അറിയുന്നുണ്ട്. അതിരില്ലാത്ത അപ്രമേയനെ മനസ്സിലാക്കാൻ ഒരു ജീവാത്മാവിനെ കൊണ്ട് സാധിക്കുകയില്ലെന്നും അർജുനൻ അറിയാം. അപ്രമേയൻ കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്തുമ്പോഴോ അതിന്റെ യഥാർത്ഥ ഭാവം ഒരാൾക്ക് സ്പഷ്ടമാവുകയുള്ളൂ. ഭഗവാൻ അചിന്ത്യ പ്രഭാവശാലി എന്നാകുന്നതിന് യോഗേശ്വരൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കും. സ്വതേ അപ്രമേയനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്താനാവും. അതുകൊണ്ട് അർജുനൻ കൃഷ്ണന്റെ അഹേതുകമായ കനിവിന് അപേക്ഷിക്കുകയാണ്, ആജ്ഞാപിക്കുകയല്ല. തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ആത്മാർപ്പണം ചെയ്ത ഭക്തി സാധനയിൽ ഏർപ്പെടുന്നവർക്കേ കൃഷ്ണൻ സ്വയം പ്രത്യക്ഷനാകാറും. ഊഹോപോഹങ്ങളുടെ സാധ്യതയെ ആശ്രയിക്കുന്നവർക്ക് ഭഗവത് ദർശനം അസാധ്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ അർജുനൻ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ വിശ്വരൂപം കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു.
ഈ ശ്ലോകത്തിൽ അർജുനൻ സ്വന്തം പരിമിതിയെ കുറിച്ച് പറയുകയാണ്. അർജുനന് ബോധ്യമുണ്ട്, എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ഭഗവാനെ ദർശിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. സ്വന്തം പരിമിതിയെ കുറിച്ച് അർജുനന് യഥാർത്ഥത്തിൽ ബോധ്യമുണ്ട്. അതുകൊണ്ട് അർജുനൻ പറയാണ്, അങ്ങയുടെ വിശ്വരൂപം കാണാൻ എനിക്ക് കരുത്തുണ്ട് എന്ന് അങ്ങ് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണിച്ചു തരണമേ എന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട്, നമ്മുടെ ഭൗതികേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഭഗവാനെ കാണാനുള്ള ഇന്ദ്രിയങ്ങളില്ല. എല്ലാവരും നിരീശ്വരവാദിയോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ട്? കാണാത്ത ഈശ്വരനെ നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നുമില്ല എന്ന് പറയും. പക്ഷെ നമ്മൾക്ക് ഭഗവാനെ കാണാനുള്ള കണ്ണുകളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. അർജുനൻ അങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഭഗവാന്റെ വിശ്വരൂപം കാണാനുള്ള കണ്ണുകളില്ല എന്ന് അർജുനൻ അറിയാം. അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് ആ രൂപം ദർശിക്കാനുള്ള കഴിവ് എനിക്ക് നൽകണമേ എന്നാണ് ഇവിടെ അർജുനൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം സാധാരണ ആർക്കും ഭഗവാനെ കാണാൻ സാധിക്കില്ല എന്ന് ഇവിടെ ശിലപ്രഭാതർ പറയുന്നത്. ആർക്ക് മാത്രമാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്? പ്രേമപൂർവം അതീന്ദ്രിയ സേവനം നിർവഹിച്ചു പോരുന്ന ഭക്തന് മാത്രമാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി എന്ന ബ്രഹ്മസംഹിതയില് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതെ, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചന. ഭഗവാനെ ആർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്? ഭഗവാനെ പ്രേമപൂർവം സേവിക്കുന്നവർക്ക് മാത്രമാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത് എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. ആ കാര്യമാണ് ഇവിടെ ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്. ആരൊക്കെയാണോ ഭഗവാനെ പ്രേമപൂർവം സ്നേഹപൂർവം സേവിക്കുന്നത് അവർക്കാണ് ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് പറയും. അതിനാൽ കൃഷ്ണനെ കാണാനോ അറിയാനോ അതിന് കഴിവില്ല. നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അത് ശ്രീകൃഷ്ണനാമാദി ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയെ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വഴിക്ക് ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ രാത്രി സമയത്ത് സൂര്യനെ കാണണം എന്ന് വാശി പിടിച്ചത് കൊണ്ട് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കില്ല. അല്ല, ടോർച്ച് അടിച്ചു നോക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലേസർ ലൈറ്റ് കൊണ്ട് അടിച്ചു നോക്കി അങ്ങനെയൊന്നും നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കും. സൂര്യനെ കാണണമെങ്കിൽ സൂര്യൻ ഉദിക്കാം. സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ സൂര്യനെ യാതൊരു പ്രയാസവും ഇല്ലാതെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ ദർശനം. ഭഗവാൻ സ്വയമേവ സ്ഫുരത്യത. ഭഗവാൻ അനുഗ്രഹിച്ച് കനിവ് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. നാമം ജപിക്കുമ്പോൾ ഞാൻ ഭഗവാന്റെ രൂപം മനസ്സിൽ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭഗവാന്റെ രൂപം സങ്കല്പിക്കുകയാണ്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഭഗവാനെ സേവിച്ചാൽ മാത്രം ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ സങ്കല്പം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തപസ്സിന്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാമജപത്തിന്റെ ശക്തി കൊണ്ടൊന്നുമല്ല ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ, ഭഗവാൻ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഭഗവാനെ ആർക്കാണെങ്കിലും കാണാൻ സാധിക്കും. അത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നത്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. എല്ലാവർക്കും ഞാൻ പ്രകാശിതനല്ല, എല്ലാവർക്കും എന്നെ കാണാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു. കാരണം എന്താണ്? എല്ലാവരും ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഭൗതിക ലോകത്തിൽ എല്ലാവരും ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഭഗവാൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ ഭഗവാൻ ശല്യപ്പെടുത്തുന്നില്ല. ഞാനില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സൈലന്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷമാകും. പക്ഷെ ആർക്കൊക്കെയാണോ ഭഗവാനെ കാണണമെന്ന് തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ളത്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്, അവരോടുള്ള കനിവ് കൊണ്ട്
തേഷാം ഏവാനുകമ്പാർത്ഥം അവരോടുള്ള കനിവ് കൊണ്ടാണ് ഭഗവാൻ അവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ സംവാദം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അർജുനൻ ഒരിക്കലും ഭഗവാനോട് ആജ്ഞാപിക്കുന്നില്ല എന്നാണ് പറയുന്നത്. തന്റെ ആജ്ഞാശക്തി കൊണ്ട് ഒരിക്കലും ഭഗവാനെ കരുതിയിലാക്കാൻ അർജുനന് സാധിക്കില്ല എന്ന് അർജുനൻ അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഭഗവാനോട് അർജുനൻ ഇത്രയും അടുത്ത സുഹൃത്തായിട്ട് പോലും ഭഗവാനോട് ആജ്ഞാപിക്കുന്നില്ല. അല്ല, ഞാൻ ഇത്രയൊക്കെ സേവനം ചെയ്തു എന്നിട്ടും എന്താണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടാത്തത് എന്നൊന്നും ചോദിക്കുന്നില്ല. ഭഗവാനോട് ആജ്ഞാപിക്കുകയല്ല, ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. അവസാനത്തെ വരിയിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഊഹാപോഹങ്ങളുടെ സാധ്യതയെ ആശ്രയിക്കുന്നവർക്ക് ഭഗവത് ദർശനം അസാധ്യമാണ്. തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ആത്മാർപ്പണം ചെയ്ത് ഭക്തി സാധനയിൽ ഏർപ്പെടുന്നവർക്കേ കൃഷ്ണൻ സ്വയം പ്രത്യക്ഷനാകാറുള്ളൂ. ഭക്തിയിലൂടെ മാത്രമാണ് നമുക്ക്, ഭക്തിമാർഗത്തിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ ദർശിക്കാനും സാധിക്കുള്ളൂ എന്ന് പറയും. ഭക്ത്യാമാം അഭിജാനാതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ദർശിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഊഹാപോഹങ്ങൾ കൊണ്ട് ഈശ്വരൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈശ്വരൻ ഇങ്ങനെയാണ് പറഞ്ഞ് തർക്കിച്ചത് കൊണ്ടോ ഊഹങ്ങൾ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചത് കൊണ്ടോ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാനെ കാണുന്നത് ഭഗവാന്റെ മാത്രം കാരുണ്യത്തെ ആശ്രയിച്ചാണ്. കാരണം നമ്മുടെ ആശ്രയതത്വമാണ്. സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കാത്തതുപോലെ, സൂര്യൻ ഉദിച്ചാൽ മാത്രം നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കും. അതുപോലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അർജുനൻ ചോദിച്ചത്, എനിക്ക് കഴിയുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ രൂപം, വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഇവിടെ അർജുനൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് വായിക്കാം. അടുത്ത 2 ശ്ലോകം, 5-6 ശ്ലോകങ്ങൾ വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഞ്ജിത് വായിക്കും. ശ്രീ ഭഗവാൻ വാച സത്യമീ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണ്ണകൃതീനി ച. പരമദിവ്യോത്തമപുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാഠിക്കായി അതീന്ദ്രിയമെങ്കിലും പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടി പ്രത്യക്ഷീഭവിച്ചതും ആ നിലയ്ക്ക് ഭൗതിക നിയമമനുസരിച്ച് കാലാധീനവുമായ വിശ്വരൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്നാണ് അർജുനൻ ആഗ്രഹിച്ചത്. ഭൗതിക പ്രകൃതി ആവിർഭവിക്കുകയും നിരോഭവിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ വിശ്വരൂപവും അങ്ങനെ തന്നെ. കൃഷ്ണന്റെ മറ്റു രൂപങ്ങൾ സദാ പരവ്യോമത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ വിശ്വരൂപം അങ്ങനെയല്ല. ഒരു ഭക്തന് സാധാരണയായി ഈ രൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്ന് വിശേഷാൽ താല്പര്യം ഉണ്ടാവാറില്ല. അർജുനൻ അങ്ങനെ അതിയായി ആഗ്രഹിച്ചത് കൊണ്ടാണ് കൃഷ്ണൻ തന്റെ ഈ രൂപം വെളിപ്പെടുത്തിയത്. ഭഗവത് കരുണ മൂലം ആ കഴിവ് സിദ്ധിച്ചവർക്കൊഴികെ ആർക്കും ഈ രൂപം ദൃശ്യമാവില്ലതാണ്. പശ്ചാദിത്യാൻ വസൂന്ദ്രാൻ അസിനൗ മരുതസ്വത ബഹൂന്യ ദൃഷ്ടപൂർവാണി പശ്ചാചാര്യ ആചാര്യാനി ഭാരത. ഭാരതശ്രേഷ്ഠ, ഇതാ ആദിത്യ വധുക്കൾ, രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ദേവതമാർ തുടങ്ങി ഇതിനു മുമ്പും മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാഠിക്കായി കൃഷ്ണന്റെ ആത്മസുഹൃത്തും തികഞ്ഞ അഭിജ്ഞനുമാണെങ്കിലും അർജുനന് കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് പരിപൂർണമല്ല. ഭഗവാന്റെ നാനാരൂപങ്ങളെയും ആവിർഭാവങ്ങളെയും പൂർണ്ണമായി കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉള്ള മനുഷ്യരില്ലെന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. കൃഷ്ണൻ അത്ഭുതാവഹങ്ങളായ ഈ രൂപങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു അച്യുത് പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ
അർജുനന്റെ അപേക്ഷയ്ക്ക് മറുപടി പറയുകയാണ്. ശ്രീ ഭഗവാൻ വാച പശ്യമേ പാർത്ഥരൂപാണി ശതശോ അധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതിമീച്ച. ഭഗവാന്റെ ആ വിശ്വരൂപത്തിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, വിശ്വരൂപത്തിനെ കുറിച്ചൊരു ആമുഖം ഭഗവാൻ നൽകുകയാണ്. എന്താണ് നീ കാണാൻ പോകുന്നത്, ഏതു തരത്തിലുള്ള വിശ്വരൂപമാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് ഒരു ആമുഖം ഭഗവാൻ ഇവിടെ നൽകുന്നു. പശ്യമേ പാർത്ഥരൂപാണി, എന്റെ ഈ ശരീരത്തിൽ നീ കണ്ടുകൊള്ളൂ. ശതശോധ സഹസ്ര, നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ദിവ്യമായിട്ടുള്ള രൂപങ്ങൾ. നാനാവിധാനി ദിവ്യാനി, ഓരോ രൂപവും വ്യത്യസ്തമാണ്. അതാണ് പറഞ്ഞത് നാനാവിധാനി ദിവ്യാനി. അതെല്ലാം എന്തുമാണ്? ദിവ്യമാണ്. അപ്പൊ ഭഗവാനെ സംബന്ധിച്ചതെല്ലാം യഥാർത്ഥത്തിൽ ദിവ്യമാണ്. ദിവ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെടാത്തതാണ്. ഭഗവാന്റെ രൂപങ്ങൾ ഭൗതിക രൂപമായിട്ട് ബന്ധപ്പെടാത്തതാണ്. അതാണ് ദിവ്യാനി എന്ന് പറയുന്നത്. നാനാവർണാകൃതിനിച്ച, അതില് വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങൾ, നിറങ്ങൾ നിനക്ക്, ആത്മീയമായിട്ടുള്ള നിറങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആത്മീയമായിട്ടുള്ള ലോകത്തിലും എന്തുണ്ട്? എല്ലാവിധ വൈവിധ്യങ്ങളും ഉണ്ട്, വ്യത്യസ്ത രൂപങ്ങളുണ്ട്, വ്യത്യസ്ത വർണ്ണങ്ങളുണ്ട്. ആത്മീയ ലോകം ശൂന്യമല്ല അല്ലെ? ഭഗവാൻ ആത്മീയ ലോകത്തിൽ നിന്ന് വന്നതാണ്. ഭഗവാന്റെ ഭക്തന്മാരും ആത്മീയ ലോകത്തിൽ നിന്ന് വന്നതാണ്. അവിടെയും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതി, ഇതെല്ലാം ഉണ്ട്. അവിടെ ഉള്ളതിന്റെ ഒരു നിഴൽ മാത്രമാണ് ഇവിടെയുള്ളത് എന്ന് പറയും. അപ്പൊ ആത്മീയമായ കാഴ്ചയ്ക്ക് കൂടുതൽ വർണ്ണ ശബളിമയുണ്ട്, കൂടുതൽ വ്യക്തമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ആത്മീയ ലോകത്തിൽ കാണാൻ സാധിക്കും. ഭൗതിക ലോകത്തില് നമ്മുടെ ഭൗതികമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മങ്ങിയതാണ് യഥാർത്ഥത്തിൽ. ആത്മീയ ലോകത്തിലാണ് യഥാർത്ഥ വർണ്ണങ്ങൾ, നമുക്ക് തെളിമയുള്ള വർണ്ണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനൊരു അവസരമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളൊക്കെ നീ കണ്ടുകൊള്ളും എന്നാണ് പറയുന്നത്. ഭാരതത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട് ഈ വിശ്വരൂപത്തിന്റെ പ്രത്യേകത, വിശ്വരൂപവും മറ്റ് അതീന്ദ്ര രൂപവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്. ഈ വിശ്വരൂപം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നത്. വിശ്വരൂപം ഭൗതിക സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൗതിക സൃഷ്ടിക്ക് വേണ്ടിയാണ് ഭഗവാൻ വിശ്വരൂപം എടുത്തിട്ടുള്ളത്. അപ്പം സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് സൃഷ്ടി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഭൗതിക ലോകവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ തന്നെ ഭഗവാൻ ഭൗതിക ലോകത്തിനെ കുറിച്ച് ഭൂത്വാ പ്രലീയത. ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഭൂത്വാ സൃഷ്ടി നടക്കുന്നു, വീണ്ടും കുറച്ചു കാലം നിലനിൽക്കുന്നു, വീണ്ടും ഇല്ലാതാകും. സൃഷ്ടി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ വിശ്വരൂപം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്. ഭൗതിക പ്രകൃതി ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ വിശ്വരൂപം അങ്ങനെ തന്നെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് വിശ്വരൂപം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നേരത്തെ കാണിച്ച വിശ്വരൂപമായിരിക്കില്ല പിന്നീട് ഭഗവാൻ കാണിക്കുന്നു. ഓരോ വിശ്വരൂപത്തിനും പ്രത്യേകത ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപങ്ങളെ കുറിച്ച് ശിലപ്രഭാതർ പറയുന്നുണ്ട്. കൃഷ്ണന്റെ മറ്റു രൂപങ്ങൾ സദാ പരവ്യോമത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ വിശ്വരൂപം അങ്ങനെയല്ല. വിശ്വരൂപം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന്റെ അതീന്ദ്രിയ രൂപം, അതായത് നമ്മൾ പറയുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപം, നരസിംഹ ഭഗവാന്റെ രൂപം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം, നാരായണ രൂപം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളൊക്കെ ആത്മീയ ലോകത്തിൽ സ്ഥിരമായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളുമുണ്ട് അല്ലെ? നാരായണന് വൈകുണ്ഠ ലോകങ്ങളുണ്ട്. ശ്രീരാമചന്ദ്ര ഭഗവാൻ അയോധ്യ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ലോകം ആത്മീയ ലോകത്തിലുള്ളതാണ്. ആ ആത്മീയ ലോകത്തിൽ നിന്നാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയും അയോധ്യയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ വരുന്ന സ്ഥലം ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന്, ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇവിടെയും അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിനെ ഭൗതിക ലോകത്തിലേക്ക് വൃന്ദാവനത്തിനെ കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ യഥാർത്ഥത്തിൽ അവിടെ ആത്മീയ ലോകത്തില് സ്ഥിരമായിട്ടുള്ളതാണ്. അതിന് യാതൊരു മാറ്റവുമില്ല.
അതൊരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാന്റെ അങ്ങനെയുള്ള രൂപങ്ങൾക്കും യാതൊരു മാറ്റവുമില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ അതീന്ദ്രിയമായിട്ട് നിലനിൽക്കുന്ന രൂപങ്ങളാണ്. പക്ഷെ ഭഗവാന്റെ വിശ്വരൂപം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ ശില പ്രഭാകർ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ വിശ്വരൂപത്തിൽ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശുദ്ധഭക്തന്മാർക്ക് അത്ര താല്പര്യം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം പറയുന്നു. ഒരു ഭക്തന് സാധാരണയായി ഈ രൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്ന് വിശേഷ താല്പര്യം ഉണ്ടാകാറില്ല. കാരണം എന്താണ്? അവര് ഭഗവാന്റെ വിഭൂതികളിലോ ഭഗവാന്റെ ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങളിലോ അല്ലെങ്കിൽ ഭഗവാന്റെ സാഹസികമായിട്ടുള്ള കർമ്മങ്ങളിലോ ഒന്നുമല്ല ആകർഷിതരായിട്ടുള്ളത് അല്ലെ. പക്ഷെ ഭൗതികരായിട്ടുള്ള ആളുകള് ഭഗവാനിൽ എങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത്? ഭഗവാന്റെ ഐശ്വര്യങ്ങൾ കണ്ടിട്ടാണ് ആകർഷിക്കപ്പെടുന്നത്. ഭഗവാന്റെ വീരസാഹസിക കൃത്യങ്ങൾ കണ്ടിട്ടാണ് ആകർഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടിട്ടാണ് അവരൊക്കെ ആകർഷിക്കപ്പെടുന്നത്. ഈശ്വരനാണെങ്കിൽ എന്തെങ്കിലും അത്ഭുത പ്രവൃത്തി കാണിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വരനാണെങ്കിൽ വലിയ രൂപം കാണിക്കണം, നമ്മൾക്കില്ലാത്ത വലിയ രൂപം കാണിക്കണം. അല്ലെങ്കിൽ ഈശ്വരനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വലിയ അമാനുഷിക കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് ഭൗതികരായിട്ടുള്ള ആളുകൾ ഈശ്വരനെ കുറിച്ച് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങൾ കണ്ടാലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപങ്ങൾ കണ്ടാലേ അവർക്ക് ആകർഷണം ഉണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് സാധാരണ വ്യക്തിയെ പോലെ ഭഗവാനെ കണക്കാക്കും. പക്ഷെ ഭക്തന്മാർ അതിലല്ല ആകർഷിക്കപ്പെടുന്നത് എന്ന് പറയും. ഭക്തന്മാർ പിന്നെ എന്തിലാണ് ആകർഷിക്കപ്പെടുന്നത്? ഭക്തന്മാർ ഭഗവാന്റെ സ്വഭാവത്തിലാണ് ആകർഷിക്കപ്പെടുന്നത്. ഭഗവാന്റെ ഉന്നതമായിട്ടുള്ള കാരുണ്യം, ഭഗവാന്റെ സ്നേഹം, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ, അതിലാണ് ഭഗവാന്റെ ഭക്തന്മാർ ആകർഷിക്കപ്പെടുന്നത്. അല്ലാതെ ഭഗവാന്റെ രൂപം കണ്ടിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ ഐശ്വര്യം കണ്ടിട്ടോ ഒന്നുമല്ല ഭക്തന്മാർ ഭഗവാനിലേക്ക് ആകർഷിതരാകുന്നത്. പക്ഷെ ഇവിടെ ഭൗതിക ലോകമാണ്. അപ്പോൾ ഭൗതിക ലോകത്ത് വന്ന ഭഗവാന്റെ സ്വഭാവം കൊണ്ട് മാത്രം എല്ലാവരും ആകർഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളും ഐശ്വര്യപൂർണമായിട്ടുള്ള ഇങ്ങനെയുള്ള വിശ്വരൂപം ഭഗവാന് കാണിക്കേണ്ടി വരുന്നു. അതേപോലെ ഭഗവാന്റെ വീരസാഹസിക കൃത്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. ഇങ്ങനെ ഒന്നും കാണിച്ചില്ലെങ്കിൽ പോലും വൃന്ദാവനത്തിലുള്ള ഭക്തന്മാർക്ക് ഭഗവാനോട് പ്രേമമാണ്. വൃന്ദാവനത്തിലുള്ള ഭക്തന്മാർ ഒരിക്കലും ഭഗവാന്റെ വിശ്വരൂപം കാണിക്കണമെന്നോ വിഭൂതി യോഗം കേൾക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഭഗവാനോട് പ്രേമമാണ്. ഭഗവാൻ ഈശ്വരനാണോ എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് പൂർണ്ണമായിട്ടും കൃഷ്ണപ്രേമം നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭൗതിക ലോകത്തിലെ സാധാരണ ജീവാത്മാക്കൾക്ക് ഭഗവാനോട് ആകർഷണമില്ലാത്തത് കൊണ്ട് ഏത് രൂപത്തിലാണോ അവർക്ക് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ അവർക്ക് പ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ഇവിടെയുള്ള ഭൗതിക ലോകത്തിലുള്ളവർ ഉദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ഈ വിശ്വരൂപം കാണിക്കുന്നത്. അർജുനനും യഥാർത്ഥത്തിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി അർജുനൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ്. ഭഗവത് കരുണ മൂലം ആ കഴിവ് സിദ്ധിച്ചവർക്കൊഴികെ ആർക്കും ഈ രൂപം ദൃശ്യമാവില്ലതാനും. അപ്പൊ ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ രൂപം കാണാനും സാധിക്കുള്ളൂ എന്നിവിടെ പറയുന്നുണ്ട്. 6ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, സ്പഷ്ടമായിട്ട് എടുത്തു പറയുന്നു എന്തൊക്കെയാണ് അർജുനൻ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യം 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹോന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഇതെല്ലാം വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആദിത്യാനമഹം വിഷ്ണു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രുദ്രാണാം ശങ്കരശ്ചാസ്മി എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഭൂതികളൊക്കെ നിനക്ക് നേരിട്ട് കാണാൻ സാധിക്കും. എന്റെ ശരീരത്തിൽ നിനക്കതെല്ലാം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു വിശ്വരൂപം ആരും കാണാത്ത വിശ്വരൂപമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ബഹൂന്യ ദൃഷ്ടപൂർവാണി, ഇതിന്റെ മുന്നേ കാണാത്ത തരത്തിലുള്ള വിശ്വരൂപമാണ് ഭഗവാൻ കാണിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. പശ്യാശ്ചര്യാണ് ഈ ഭാരതം, അത്ഭുതകരമായിട്ടുള്ള രൂപങ്ങളൊക്കെ
നിനക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്ന് പറയുന്നു. പശ്ചാശ്ചര്യാണി ഭാരത, ആശ്ചര്യകരമായിട്ടുള്ള ഇതുവരെ കാണാത്ത രൂപങ്ങളൊക്കെ നിനക്ക് കാണാൻ സാധിക്കും എന്ന് പറയും. മാത്ര ഇവിടെ അർജുനനെയാണ് ഭാരത എന്ന് വിളിക്കുന്നത്. ഭരതവംശത്തിൽ ജനിച്ചത് കൊണ്ടാണ് അർജുനനെ ഇവിടെ ഭാരത എന്ന് വിളിക്കുന്നത്. നേരത്തെ ധൃതരാഷ്ട്രനെയും ഭാരത എന്ന് വിളിക്കുന്നു, അല്ലെ, സഞ്ജയൻ വിളിക്കുന്നുണ്ട് ഭാരത. 3 ഭരതന്മാരെ നമ്മൾക്കറിയാം, പ്രശസ്തരായിട്ടുള്ള 3 ഭരതന്മാർ. അതില് ഏത് ഭരതന്റെ വംശത്തിലാണ് അർജുനൻ വരുന്നത്? കുരുവംശം, ഭാരതവംശം എന്നും പറയുന്നത്. അല്ല, അത് ഏത് ഭരതനാണ്? ശകുന്തളയുടെ പുത്രനായിട്ട് വരുന്ന ഭരത മഹാരാജാവാണോ? യെസ്, ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനായിട്ടുള്ള ഭരതൻ. ആ ഭരതന്റെ വംശത്തിലാണ് പിന്നീട് കുരുവംശം വരുന്നത് എന്നാണ് പറയുന്നത്. അല്ലെ, വിശ്വാമിത്രന്റെയും മേനകയുടെയും പുത്രിയാണ് ശകുന്തള. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും പുത്രനാണ് ഭരതൻ. ആ ഭരതന്റെ, ദുഷ്യന്ത ഭരതന്റെ വംശത്തിലാണ് കുരുവംശം വരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അർജുനനെ ഭാരത എന്ന് വിളിച്ചിട്ടുള്ളത്. കുരുവംശത്തിലുള്ള എല്ലാവരെയും ഭാരത എന്ന് വിളിക്കാൻ സാധിക്കും, കാരണം അവരെല്ലാം ഭരത മഹാരാജാവിന്റെ വംശത്തിൽ വരുന്നവരാണ്. മറ്റൊരു ഭരതനെ നമ്മൾക്കറിയാം. ഈ ഭാരതത്തിന്, ഈ ഭൂമിക്ക് ഭാരതം എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് മറ്റൊരു ഭരതന്റെ പേരിലാണ്, അല്ലെ? അതാരാണ്? ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ അനുജൻ ആണോ? ജഡഭരതനാണോ? ജഡഭരതനാണോ? ആ, നമ്മുടെ ഋഷഭ ഭഗവാന്റെ നാഭിയുടെയും നാഭി രാജാവിന്റെയും നേരുദേവിയുടെയും പുത്രനായിട്ടുള്ള ഋഷഭദേവൻ ഭഗവാന്റെ തന്നെ അവതാരമായിട്ട് ഭാഗവതത്തിൽ പറയുന്നതാണ്. ആ ഋഷഭദേവന്റെ 100 മക്കളിൽ ഒരു പുത്രനാണ് ഭരതൻ. ആ ഭരതനാണ് രാജ്യം ഉപേക്ഷിച്ചു പോയത്. നമ്മൾക്കറിയാം, കാട്ടിൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പോയി. പക്ഷെ പിന്നീട് അവസാന സമയത്ത് ഒരു മാനിനോട് ആകർഷണം ഉണ്ടായി, മാനിനെ വളർത്താൻ തുടങ്ങി. പിന്നീട് മാനിന്റെ ശരീരം എടുക്കേണ്ടി വന്നു. 3ാമത്തെ ജന്മത്തിലാണ് ജഡഭരതനായിട്ട് ശരീരം കിട്ടി തിരിച്ചു പോകുന്നത്. ആ ഭരത മഹാരാജാവ് ഋഷഭദേവന്റെ പുത്രനായിട്ടുള്ള ഭരതൻ ഭരിച്ചതിന് ശേഷമാണ് ഈ ഭൂമിക്ക്, ഈ രാജ്യത്തിനല്ല, ഈ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ പേരാണ്. ഭാരതവർഷം എന്ന് പറയുന്നത് ഈ മുഴുവൻ ഭൂമിയുടെ പേരാണ്. അതിന്റെ മുന്നേ ഈ ഭൂമിയുടെ പേര്, ഓരോ ഭൂമിക്കും ഓരോ പേരുകളാണ്. നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ പേര് ഇളാവൃത വർഷം എന്നായിരുന്നു പണ്ട്. ഈ ഭരത മഹാരാജാവ്, ഋഷഭദേവന്റെ പുത്രനായിട്ടുള്ള ഭരത മഹാരാജാവ് ഭരിച്ചതിന് ശേഷമാണ് ഇളാവൃത വർഷം എന്നറിയപ്പെട്ടിരുന്ന ഈ ഭൂമി ഭാരതവർഷമായിട്ട് മാറിയത്. മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഭരതനാണ്. പിന്നീട് 3ാമത്തേത് നമ്മൾക്കറിയാം, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുജനായിട്ട് വന്നിട്ടുള്ള ഭരതൻ, രാമായണത്തിലുള്ള ഭരതൻ. രാമായണത്തിലൊരു ഭരതൻ, ഭാഗവതത്തിലൊരു ഭരതൻ, അതേപോലെ മഹാഭാരതത്തിലും ഉള്ള ദുഷ്യന്ത ഭരതൻ. ആ ഭരതനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പശ്ചാശ്ചര്യാണി ഭാരത. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള രൂപങ്ങളൊക്കെ നീ കണ്ടുകൊള്ളും എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. അടുത്ത 2 ശ്ലോകങ്ങൾ വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജീവനി മാതാജി വായിച്ചോ. 7 അല്ലേ പ്രഭു? 7ഉം 8ഉം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യാസചരാചരം മമ ദേഹേ ഗുഡാകേശ യശ്ചന്യദ്രഷ്ടുമിച്ഛസി. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ അർജുന, നീ കാണാനിച്ഛിക്കുന്നതെന്തും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ കണ്ടുകൊള്ളൂ.
നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മേലിൽ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നതു പോലും സർവചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു. ഭാവാർത്ഥം: ഒരിടത്തിരുന്നു കൊണ്ട് പ്രപഞ്ചം മുഴുവൻ കാണാൻ ആർക്കും സാധ്യമല്ല. ഒരു വിദഗ്ധനായ ശാസ്ത്രജ്ഞനും പ്രപഞ്ചത്തിൽ മറ്റിടങ്ങളിൽ നടക്കുന്നതെന്തെന്നറിയാൻ ആവില്ല. അർജുനനെ പോലെയുള്ള ഒരു ഭക്തനാകട്ടെ പ്രപഞ്ചത്തിന്റെ ഏതൊരു മൂലയും അവിടെ നടക്കുന്നതും കാണാം. കഴിഞ്ഞതോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ഭാവിയിൽ സംഭവിക്കാവുന്നതോ എന്തും ദർശിക്കാനുള്ള കഴിവ് കൃഷ്ണൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണന്റെ കാരുണ്യത്താൽ അർജുനന് സകലതും കാണാൻ കഴിവുണ്ടാവുന്നു. ശ്ലോകം 8. നതു മാം ശക്യസേ ദൃഷ്ടുമനൈനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. വിവർത്തനം: പക്ഷേ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് നൽകുന്നു. എന്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളു. ഭാവാർത്ഥം: ഒരു ശുദ്ധ ഭക്തൻ കൃഷ്ണനെ ദ്വിഭുജ രൂപത്തിലല്ലാതെ വേറൊരു രൂപത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭക്തന് ഭഗവത് കാരുണ്യത്താൽ ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാം. മനസ്സുകൊണ്ടല്ല, ആത്മീയ നേത്രങ്ങൾ കൊണ്ടാണ് വിശ്വരൂപം ദർശിക്കേണ്ടത്. കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ മനസ്സിനെ മാറ്റുകയല്ല, വീക്ഷണം മാറ്റുവാനാണ് കൃഷ്ണൻ നിർദ്ദേശിച്ചത്. അതിപ്രധാനമായ ഒന്നല്ല കൃഷ്ണന്റെ വിശ്വരൂപം. അത് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാകും. അർജുനൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് അതിനാവശ്യമായ വീക്ഷണ വിശേഷം കൃഷ്ണൻ കൊടുത്തു. കൃഷ്ണനുമായി ആധ്യാത്മിക ബന്ധം പുലർത്തിപ്പോരുന്ന ഭക്തന്മാർ അദ്ദേഹത്തിന്റെ പ്രേമഭാവത്താലാണ് അനീശ്വരമായ വിഭൂതി പ്രദർശനത്താലല്ല ആകൃഷ്ടരാകുന്നത്. കൃഷ്ണന്റെ കളിച്ചങ്ങാതികളാകട്ടെ മാതാപിതാക്കളാകട്ടെ ഈ വിഭൂതികൾ കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കൃഷ്ണൻ പുരുഷോത്തമനായ ഭഗവാനാണെന്നു തന്നെ അവർ അറിഞ്ഞിട്ടില്ല. അത്രയുമധികം വിശുദ്ധ സ്നേഹത്തിൽ മുഴുകിയിരുന്നു അവരുടെ ഹൃദയങ്ങൾ. പ്രേമഭരിതമായ സഹവാസത്തിൽ കൃഷ്ണന്റെ സമുത്കൃഷ്ടത അവർ വിസ്മരിക്കുന്നു. കൃഷ്ണനോടൊപ്പം കളിച്ചു വന്ന കുട്ടികളെല്ലാം പരിശുദ്ധരായ ജീവാത്മാക്കളാണെന്നും അനേകായിരം ജന്മങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് കൃഷ്ണനുമായി കളിക്കാൻ സാധിച്ചതെന്നും ഭാഗവതത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആ ബാലന്മാർ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അറിഞ്ഞിരുന്നില്ല. അവർക്ക് കൃഷ്ണൻ ഉറ്റ സുഹൃത്താണ്. ശുകദേവ ഗോസ്വാമി പറയുന്നു: ഇതം സദാം ബ്രഹ്മസുഖാനുഭൃത്യ ദാസ്യം ദദാനാം പര ദൈവതേന മായാശ്രിതാനാം നാരദാരകേണ സാഗം വിജഹ്രു കൃത പുണ്യപുഞ്ച. മഹർഷിമാർ അവ്യക്തഗത ബ്രഹ്മമെന്നും ഭക്തന്മാർ ഭഗവാനെന്നും സാധാരണ ജനങ്ങൾ ഭൗതിക പ്രകൃതിയുടെ സന്താനമെന്നും കരുതുന്ന പരമപുരുഷൻ ഇവിടെ നിലകൊള്ളുന്നു. ജന്മാന്തരങ്ങളിൽ എണ്ണമറ്റ പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഈ ബാലന്മാർ ആ പരമദിവ്യോത്തമ പുരുഷനോടൊപ്പം കളിക്കുന്നു. അതുകൊണ്ട് ഉത്തമ ഭക്തൻ വിശ്വരൂപ ദർശനം ആഗ്രഹിക്കുന്നില്ല. അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കണമായിരുന്നു. അതോടൊപ്പം ഭാവിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും വേണം. താൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് കൃഷ്ണൻ പറഞ്ഞത് വെറും സൈദ്ധാന്തികമായോ ദാർശനികമായോ അല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ശിഷ്യ പരമ്പരയുടെ ആദ്യ കണ്ണിയായതുകൊണ്ട് അർജുനന് ഈ ഉറപ്പ് നൽകേണ്ടത് ആവശ്യമാണ്. പരമദിവ്യോത്തമ പുരുഷനായി കൃഷ്ണനെ അറിയാനും അർജുനനെ പിന്തുടരാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൃഷ്ണൻ സൈദ്ധാന്തികമായി താൻ പരമപുരുഷനാണെന്ന് പറയുക മാത്രമല്ല, അത് വാസ്തവത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. തന്റെ വിശ്വരൂപം ദർശിക്കുന്നതിലേക്കായി ഭഗവാൻ അർജുനന് ദിവ്യ ചക്ഷുസ് നൽകി. നേരത്തെ പ്രസ്താവിച്ചതുപോലെ അർജുനന് വിശ്വരൂപം കാണുവാൻ വലിയ താല്പര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. യെസ്, എന്താണ് ഭഗവാൻ പറയുന്നത്? ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യ ദ്രഷ്ടും ഇച്ഛസി. അല്ലയോ അർജുന, നീ കാണാൻ ഇച്ഛിക്കുന്നതെന്തും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ കണ്ടുകൊള്ളൂ.
നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മേലിൽ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നത് പോലും സർവ്വചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങി. അർജുനൻ ചോദിച്ചത്, എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ കാണിച്ചു തരണമേ എന്നാണ്. അപ്പോൾ അർജുനന്റെ അപേക്ഷ പൂർണ്ണമായിട്ടും ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാൻ പറയുന്നത്, നീ കാണാൻ ഇച്ഛിക്കുന്നതെല്ലാം നിനക്ക് കാണാം. അല്ല, എന്ത് കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും നിനക്കത് കാണാം. കാരണം എന്താണ്? അർജുനന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന് അറിയാൻ സാധിക്കും. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന രൂപങ്ങളാണ് അർജുനന് കാണാൻ താല്പര്യം. ആ രൂപങ്ങളൊക്കെ അർജുനന് കാണാം എന്നാണ് പറയുന്നത്. മാത്രമല്ല, വലിയ മറ്റൊരു ഓഫറും കൂടി ഭഗവാൻ പറയുന്നുണ്ട്. നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ഭാവിയിൽ നീ ആഗ്രഹിക്കാൻ സാധ്യതയുള്ള രൂപം കൂടി നീ ഇപ്പോൾ തന്നെ കണ്ടുകൊള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന് ഇനി അർജുനൻ എന്താണ് ആഗ്രഹിക്കാൻ പോകുന്നത്? അർജുനൻ മാത്രമല്ല, ജീവാത്മാക്കളുടെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചും ഭഗവാൻ അറിയാം. ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, വേദാഹം സമതീതാനി വർത്തമാനാനി ചാർത്തൻ. എനിക്ക് ഇപ്പോൾ നടക്കുന്നതറിയാം, മുന്നേ നടന്നതെല്ലാം അറിയാം, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും അറിയാം. അപ്പോൾ അർജുനൻ ആഗ്രഹിച്ചേക്കാവുന്ന കാര്യങ്ങൾ കൂടി കണ്ടുകൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അർജുനന് ഈ യുദ്ധത്തിന്റെ ഗതി എന്താണ് എന്നറിയാനുള്ള ആഗ്രഹമുണ്ട് എന്നും ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും, മുന്നോട്ടുള്ള കാര്യവും, മുന്നിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സ്വരൂപത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കും. അല്ല, അവസാനം ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ യോദ്ധാക്കൾക്കും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, യുദ്ധത്തിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും, ഇതെല്ലാം അർജുനന് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പം യുദ്ധത്തിന്റെ അവസാനം വരെ അർജുനൻ കണ്ടതിന് ശേഷമാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. നിമിത്തമാത്രം ഭവ സവ്യസാചി എന്ന് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ഇനി നീ ഒരു ഉപകരണമായിട്ട് യുദ്ധം ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ ചോദിച്ചതിനേക്കാൾ കൂടുതലാണ് അർജുനന് കൊടുക്കുന്നത് അല്ലെ. അപ്പോൾ ഭഗവാന്റെ പദ്ധതിയൊക്കെ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഭഗവാന്റെ പദ്ധതി. നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ഭഗവാന്റെ മുന്നിൽ വെക്കുന്നത്. പക്ഷേ ഭഗവാന് നമ്മൾക്ക് നൽകാൻ സാധിക്കുന്നത് എന്താണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല അല്ലെ. ധ്രുവ മഹാരാജാവിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ധ്രുവ മഹാരാജാവ് എന്താഗ്രഹമായിട്ടാണ് പോയത്? അച്ഛനേക്കാൾ വലിയ ഒരു കൊട്ടാരം, അല്ലെങ്കിൽ എൻ്റെ ബ്രഹ്മാവിനേക്കാൾ, മുത്തച്ഛനേക്കാൾ വലിയൊരു കൊട്ടാരം വേണം, അല്ലെങ്കിൽ ഒരു രാജ്യം വേണം എന്നാഗ്രഹിച്ചിട്ടാണ് പോയത്. പക്ഷേ ഭഗവാനെ കണ്ട സമയത്ത് ആണ് മനസ്സിലായത്, ധ്രുവ മഹാരാജാവൻ മനസ്സിലായത്, ഞാൻ ഭഗവാനോട് എന്താണ് ചോദിച്ചത്? ഞാൻ കുപ്പിച്ചില്ലുകളാണ് ഭഗവാനോട് ചോദിച്ചത്. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ അല്ലാതെ പിന്നെ മറ്റൊന്നും ചോദിക്കുകയില്ല എന്ന് ധ്രുവ മഹാരാജാവിന് മനസ്സിലായി. ഇപ്പൊ ഭഗവാന് നമ്മളോടുള്ള പ്ലാനുകൾ, നമ്മളെ കുറിച്ചുള്ള ചിന്തയും, നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്തയും വളരെ വ്യത്യസ്തമാണ് അല്ലെ. ബലി മഹാരാജാവിനെ നമ്മൾ പറയും, ബലി മഹാരാജാവിനെ വിഷ്ണു വാമന രൂപത്തിൽ വന്ന് ചവിട്ടിത്താഴ്ത്തി, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയും. നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, വാമനമൂർത്തിയായി വരുന്നതിന്റെ മുന്നേ തന്നെ, ബലി മഹാരാജാവിന്റെ അടുത്തേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വകർമാവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. വിശ്വകർമാവിനെ വിളിച്ച് ബലിമഹാരാജാവിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, രാജ്യത്തുള്ള എല്ലാവർക്കും, പരിവാരങ്ങൾക്കും എല്ലാം താമസിക്കാൻ പറ്റുന്ന രീതിയിൽ, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഉള്ള ഒരു വലിയ സാമ്രാജ്യം, കൊട്ടാരങ്ങൾ എല്ലാം സുതലത്തിൽ പണിയണം. അവിടെ യാതൊരു അസുഖങ്ങളും വരാൻ പാടില്ല, അവിടെ യാതൊരു അത്യാപത്തുകളും വരാൻ പാടില്ല, അവിടെ അധികമായിട്ടുള്ള ചൂടോ തണുപ്പോ ഒന്നും വരാൻ പാടില്ല, അവിടെ അസുഖങ്ങൾ വരാൻ പാടില്ല. അങ്ങനെയുള്ള സൗകര്യങ്ങളോടുകൂടി ഒരു സാമ്രാജ്യം പണിയണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് മഹാബലിയുടെ അടുത്തേക്ക് വാമനമൂർത്തി വരുന്നത്. എന്നിട്ട് വാമനമൂർത്തി മഹാബലിയോട് നിർദ്ദേശിക്കുകയാണ്, നിനക്ക് സുതലത്തിലേക്ക് പോകാം
എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഭഗവാന്റെ പദ്ധതികൾ അങ്ങനെയാണ്. ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ വലിയ വലിയ പ്രതീക്ഷകളും വലിയ വലിയ പദ്ധതികളുമാണുള്ളത്. നമ്മൾക്കാണ് ഭഗവാനിൽ വലിയ പ്രതീക്ഷയില്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾക്കാണ് വലിയ വലിയ പദ്ധതികളില്ലാത്തത്. ഭഗവാന്റെ പദ്ധതികൾ വളരെ വലുതാണ്. അപ്പം അർജുനൻ ചോദിച്ചത് മാത്രമല്ല, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് കൂടി ഭഗവാൻ നീ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നതുമാം ശക്യസേ ദ്രഷ്ടും അനൈനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. ഇപ്പോൾ നിന്റെ നിലവിലുള്ള ഈ കണ്ണുകൾ കൊണ്ട് ഈ വിശ്വരൂപം നിനക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? അതിന്റെ ഒരു ഡയമെൻഷൻ വ്യത്യസ്തമാണ്, അതിന്റെ ആ ഒരു തലം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിനക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രപഞ്ചം മുഴുവൻ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ചക്ഷുസ്, പ്രത്യേക കണ്ണുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് വിശ്വരൂപം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടി പ്രത്യേകം കണ്ണുകൾ നിനക്ക് നൽകാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പ്രത്യേക കണ്ണുകൾ നൽകിയതിനു ശേഷം മാത്രമാണ് അർജുന് ഭഗവാനെ ദർശിക്കാൻ, ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാൻ സാധിച്ചത്. നതുമാം ശക്യസേ ദൃഷ്ടും അനൈനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗം ഐശ്വര്യം. അത് അർജുന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ആ ദിവ്യമായിട്ടുള്ള ചക്ഷുസ് നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്, ഭഗവാന്റെ രൂപം ദർശിക്കുക എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്നതല്ല, മനസ്സിലുള്ള സങ്കല്പമല്ല ഭഗവാന്റെ ദർശനം. അത് ആക്ച്വലായിട്ട് നമ്മൾക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കും, ഭഗവാനെ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നിവിടെ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? മനസ്സുകൊണ്ടല്ല, ആത്മീയ നേത്രങ്ങൾ കൊണ്ടാണ് വിശ്വരൂപം ദർശിക്കേണ്ടത്. അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാന്റെ രൂപം സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. എങ്ങനെ ദർശിക്കാൻ സാധിക്കും? ആത്മീയ നേത്രങ്ങൾ കൊണ്ടാണ് വിശ്വരൂപം ദർശിക്കേണ്ടത്. ഭഗവാന്റെ രൂപം നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള നേത്രങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവാൻ ആർക്കൊക്കെയാണോ ഭഗവാന്റെ രൂപം കാണിക്കണം എന്ന് വിചാരിക്കുന്നത് അവർക്ക് മാത്രമേ ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കൂ. അതൊരു സങ്കല്പമല്ല, അത് യഥാർത്ഥത്തിൽ അവർക്ക് ആത്മീയ രൂപം കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സാങ്കല്പികമായിട്ടല്ല നമ്മൾ ഭഗവാന്റെ രൂപം കാണുന്നത്, ആക്ച്വലായിട്ട് നമ്മൾക്ക് ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കുമെന്ന് പറയും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. പിന്നീട് അടുത്ത പാരഗ്രാഫിൽ ശുദ്ധഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വൃന്ദാവനത്തിലുള്ള ഭക്തന്മാരാരും ഭഗവാന്റെ ഇങ്ങനെയുള്ള വിശ്വരൂപത്തിൽ ആകർഷിതരായിരുന്നില്ല. ഭഗവാന്റെ ഐശ്വര്യമായിരുന്നില്ല അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്, ഭഗവാന്റെ പ്രേമമാണ്, പ്രേമത്താലാണ് അവർ ആകർഷിതരായിരുന്നത്. അതുകൊണ്ട് ഭഗവാൻ ആരാണ്, ഭഗവാന്റെ വിഭൂതികൾ എന്തൊക്കെയാണ്, ഇതൊന്നും അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഭഗവാന്റെ പ്രേമത്താൽ മാത്രം ബന്ധിതരായിരുന്നു എന്ന് പറയും. അത് ഏറ്റവും ഉന്നത ഭക്തന്മാരുടെ സ്ഥിതിയെ കുറിച്ചാണ് പറയുന്നത്. അവരെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകം ശീലപ്രഭാതർ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. കൃതപുണ്യപുഞ്ച, പരമപുരുഷനായിട്ടുള്ള ഭഗവാനോട്, ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായിട്ടുള്ള അതിന്റെ പരിപാലകനായിട്ടുള്ള ഭഗവാനോടൊത്ത് കളിക്കാൻ, ഭഗവാന് ഒരു കളിക്കൂട്ടുകാരനായിട്ട് ഭഗവാനോടൊപ്പം കളിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അവര് ഇദ്ദേഹം ഭഗവാനാണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല. അവരൊരു സാധാരണ കളിക്കൂട്ടുകാരനോട് കളിക്കുന്നത് പോലെ ഭഗവാനോടൊത്ത് കളിക്കുന്നു. അതൊരു സാധാരണ കാര്യമല്ല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. കൃതപുണ്യപുഞ്ച, ഓരോ യോഗികളും മഹർഷിമാരും ഒക്കെ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന ആ ഭഗവാൻ, അവര് വ്യത്യസ്ത രീതിയിൽ കാണുന്ന ഭഗവാൻ. ഓരോരുത്തരും ഭഗവാനെ വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സത്യത്തിൽ. ചില ആളുകൾ ബ്രഹ്മമായിട്ട് പറയും, ചില ആളുകൾ പരമാത്മാവായിട്ട് പറയും, ഭക്തന്മാർ ഭഗവാനായിട്ട് പറയും. ആ ഭഗവാനോടൊത്ത് ഒരു സാധാരണ കുട്ടിയോട് കളിക്കുന്നത് പോലെ കളിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കൃതപുണ്യപുഞ്ച എന്നാണ് പറയുന്നത്. ഒരുപാട് ജന്മത്തിൽ അവർ ഭഗവാന് സേവനം ചെയ്തിട്ടുണ്ട്. 10 ജന്മത്തിലെ ഭഗവത് സേവനം കൊണ്ടല്ല അവർക്ക്
ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയിട്ടുള്ളത്. ഭഗവാനോട് ഒത്തു കളിക്കാനുള്ള ഒരു സ്ഥാനം അവർക്ക് ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. അനേകം ജന്മത്തിലെ ഭഗവത് സേവനം ഒന്നിച്ചു ചേർന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത് എന്ന് പറയും. ഒരു ജന്മത്തിലെ സേവനം കൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന് വരുന്നില്ല. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത എന്നാണ് പറയുന്നത്. ഒരുപാട് ജന്മങ്ങളിലുള്ള ഭഗവത് സേവനം കൊണ്ടാണ് അത് പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനോടൊത്ത് ചേർന്ന് ലീലകൾ ആടാൻ, ലീലകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ബാലന്മാർക്ക്, വൃന്ദാവനത്തിലുള്ള ബാലന്മാർക്ക് അതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയും. അതുകൊണ്ട് അവർ ഭഗവാന്റെ വിശ്വരൂപത്തിലൊന്നും അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവർക്കതിൽ യാതൊരു താല്പര്യവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഉത്തമ ഭക്തർ വിശ്വരൂപ ദർശനം ആഗ്രഹിക്കുന്നില്ല. അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കണമായിരുന്നു. അർജുനന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. അർജുനൻ പ്രീച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും അറിയണം, എല്ലാവരിലും ഭഗവാന്റെ സന്ദേശം എത്തണം, എല്ലാവരും ഭഗവാൻ പരമപുരുഷനാണെന്ന് അറിയണം, യാതൊരു സംശയം കൂടാതെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി മാത്രമാണ് അർജുനൻ ഈ വിശ്വരൂപം ചോദിച്ചത് എന്ന് പറയുന്നു. മാത്രമല്ല, അർജുനൻ ഗുരുശിഷ്യ പരമ്പരയിലെ ഒരു പ്രധാന കണ്ണിയാണ്, ആദ്യത്തെ കണ്ണിയാണ്. അതുകൊണ്ട് ആ അർജുനന്റെ ബോധ്യം അടുത്ത ശിഷ്യന്മാരിലേക്ക് അർജുനൻ അങ്ങനെ ആ ബോധ്യം പകർന്നു നൽകാൻ സാധിക്കും. അതിനുവേണ്ടി കൂടിയാണ് അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്നു. മാത്രമല്ല, ശിലപ്രഭാതർ പറയുന്ന മറ്റൊരു കാര്യം, ഇവിടെ അർജുനൻ ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്, അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുക കൂടി ചെയ്തു. ഭഗവാൻ അഹം സർവസ്യ പ്രഭുവോ, ഞാൻ എല്ലാത്തിന്റെയും ഉറവിടമാണ് എന്ന് പറയുക മാത്രമല്ല, അഹം ആതിർഹി ദേവാന, ഞാൻ ദേവന്മാരുടെയൊക്കെ ഉറവിടമാണ് എന്ന് പറയുക മാത്രമല്ല, തന്റെ ശരീരത്തിൽ ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ ദേവന്മാരെയും മഹർഷീശ്വരന്മാരെയും ബ്രഹ്മാണം ഈശം കമലാസനസ്ഥം, ബ്രഹ്മാവിനെയും മഹാദേവനെയും ഒക്കെ സ്വന്തം ശരീരത്തിൽ, നാരായണമൂർത്തിയെയും സ്വന്തം ശരീരത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അപ്പം എല്ലാറ്റിന്റെ ഉറവിടം ഭഗവാൻ തന്നെയാണെന്ന് പറയുകയും ചെയ്തു, പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ശ്ലോകം മുതൽ അർജുനൻ കണ്ട വിശ്വരൂപത്തിനെ കുറിച്ച് സഞ്ജയൻ വർണ്ണിക്കുന്നതാണ്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ വായിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം 1-2 മിനിറ്റ്. അതിനുശേഷം ശ്ലോകം വായിക്കണം. ഹരേ കൃഷ്ണ.